നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോടതിയിലും ഭീഷണിയുമായി നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര വേണ്ടിവന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും താൻ ഗാന്ധിജിയല്ലെന്നും ഇയാൾ കോടതിയോട് പറഞ്ഞു. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പിന്നാലെയായിരുന്നു പ്രതിയുടെ കൊലവിളി. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിക്കാൻ താൻ ഗാന്ധിജിയല്ല, തന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല, തനിക്കെതിരെ എഴുതാൻ പറ്റുന്നത് എഴുതിക്കൊള്ളാനും ജഡ്ജിയോട് ചെന്താമര പറഞ്ഞു. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. 2025 ജനുവരി 27 കേസിനാസ്പദമായ സംഭവം. നെന്മാറ പോത്തുണ്ടിയിൽ അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും പട്ടാപ്പകൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് അരുംകൊല നടത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിൽ തൊട്ടടുത്ത ദിവസം രാത്രി സമീപത്തെ മാട്ടായി വനമേഖലയിൽ നിന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരുന്നു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ നൽകണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും സജിതയുടെ സഹോദരി സരിതയും. പ്രതി കോടതിയിൽ പറഞ്ഞ വാക്കുകൾ കേട്ട് ഭയം തോന്നിയെന്ന് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച അതേ വേദന പ്രതിയും അറിയണമെന്നും സമൂഹത്തിന് വലിയ ഭീഷണിയായ ഇയാൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും കുട്ടികൾ ആവശ്യപ്പെട്ടു. കാപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ R. സുഗതന്റെ പുനഃപ്രതിജ്ഞയ്ക്ക് ജയിലിൽ സൗകര്യമൊരുക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്നാണ് സർക്കാർ നിലപാട്. വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സുഗതൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൗൺസിലറായ സുഗതൻ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച് സുപ്രീം കോടതി. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. ക്ലാസ് മുറിയിൽ നിതിൻ രാജ് അധിക്ഷേപിക്കപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് MK റാമിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്നും കോടതി ചോദിച്ചു. പേരാമ്പ്രയിൽ ഗൃഹനാഥന്റെ 1.5 മാസം പഴക്കമുള്ള അസ്ഥികൂടം വീട്ടുവളപ്പിൽ കണ്ടെത്തി. ചാലിക്കര കാക്കാമാക്കൂൽ മീത്തൽ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇദ്ദേഹം തനിച്ചാണ് താമസിച്ചിരുന്നത്. പറമ്പിലിറങ്ങിയപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതിനാൽ കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ KSEB ജീവനക്കാർ കുഞ്ഞിക്കണ്ണനെ വീട്ടിൽ കാണാത്തത് കാരണം കാഞ്ഞങ്ങാടുള്ള സഹോദരി പുത്രന്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. വടകരപ്പതിയിൽ സ്വർണ്ണ മൂക്കുതി കവരാനായി വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ച് കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത പ്രതി പിടിയിൽ. ആട്ടയാമ്പതി സ്വദേശിയായ 17-കാരനെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി ഉദയകുമാറിന്റെ സുഹൃത്താണ് പിടിയിലായത്. ആട്ടയാമ്പതിയിലെ വീട്ടിൽ കഴിഞ്ഞ 20 വർഷമായി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന സരസമ്മാളിനെ കഴിഞ്ഞ ജൂൺ 10 മുതലാണ് കാണാതായത്. അമ്മയെ കാണാനില്ലെന്ന് കാട്ടി മകൾ നൽകിയ പരാതിയിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സരസമ്മാൾ ധരിച്ചിരുന്ന 2 സ്വർണ്ണ മൂക്കുത്തികൾ കൈക്കലാക്കാനായിരുന്നു കൊലപാതകം. കുന്നംകുളത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കാൻ ശ്രമിച്ചു. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കുന്നംകുളം സ്വദേശി സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. സിബിയുടെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത്. വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സിബിക്ക് അടുത്തിടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് കൂട്ട ആത്മഹത്യാശ്രമം നടന്നതെന്നാണ് വിവരം. ചെല്ലാനം കണ്ണമായിൽ വാഹനങ്ങൾക്ക് തീയിട്ട് അജ്ഞാതൻ. 2 ഓട്ടോറിക്ഷകളും കാറുമാണ് അജ്ഞാതൻ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ആൽബി എന്നയാളുടെ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു. മറ്റു വാഹനങ്ങൾക്ക് തീപിടിച്ചത് കണ്ടവർ തീ അണയ്ക്കുകയായിരുന്നു. കൂടാതെ 2 സ്കൂട്ടറുകൾ കനാലിലേക്ക് തള്ളിയിടുകയും ചെയ്തു. കണ്ണമാലി, കുണ്ടുപറമ്പ്, കമ്പനിപ്പടി പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ പരിധിക്കുള്ളിലെ വീടുകളിൽ നിർത്തിയിട്ട വണ്ടികളാണ് കൂട്ടമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ ഒരു സ്കൂട്ടർ തള്ളിക്കൊണ്ടുപോകുന്ന ഒരാളുടെ CCTV ദൃശ്യം ലഭിച്ചെങ്കിലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം.
സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെയും ടെൻഡർ നടപടി പാലിക്കാതെയും ഡോക്ടർ മുഹമ്മദ് ആഷിൽ പണം ചെലവാക്കി. 3 മാസത്തിനുള്ളിൽ നടപടിക്രമം ക്രമപ്പെടുത്തുകയോ ബില്ലുകളോ വൗച്ചറുകളോ രേഖപ്പെടുത്തുകയോ ചെയ്തില്ലെന്നാണ് ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തൽ. ഫിഫ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞപ്പോൾ ലോക റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനക്കാരായ ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട് ടീമുകളാണ് സെമി ഫൈനലിൽ കൊമ്പുകോർക്കുക. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ സെമിയിൽ പ്രവേശിക്കുന്നത്. പവർ റാങ്കിംഗ് അനുസരിച്ച് 2 സ്ഥാനം മുന്നേറിയ ഫ്രാൻസ് ആണ് നിലവിൽ ഒന്നാമത്. അതോടെ 1ഉം 2ഉമായിരുന്ന അർജന്റീനയും സ്പെയിനും 2ഉം 3ഉമായി. ഇംഗ്ലണ്ട് 4ൽ തുടർന്നു. ഇന്ത്യൻ സമയം ബുധൻ പുലർച്ചെ 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് 1 തവണ കിരീടമുയർത്തിയ സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച പുലർച്ചെ 12:30 നടക്കുന്ന 2ാം സെമിയിൽ 3 തവണ ലോക കിരീടത്തിൽ മുത്തമിട്ട അർജന്റീന 1 തവണ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കും. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.